നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മൂന്നാമത്തെ മകളാണ് ഇഷാനി കൃഷ്ണ. സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ ഇഷാനി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. ഇഷാനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ്. അക്കൂട്ടത്തിൽ ഈ അടുത്തായി ഒരു Q&A സെക്ഷനിലൂടെ ആരാധകർക്ക് മുൻപിലേക്ക് ഇഷാനി എത്തിയിരുന്നു. അതേ ദിവസം ഇഷാനിയുടെ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്. ദിയാകൃഷ്ണയുടെ, അതായത് ഇഷാനിയുടെ ചേച്ചിയായ ദിയാകൃഷ്ണയുടെ കുഞ്ഞ് ഇഷാനിയെ എന്ത് വിളിക്കുന്നതായിരിക്കും ഇഷ്ടം എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം. കുഞ്ഞമ്മ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ലല്ലോ, അത് വിളിക്കുന്നത് സന്തോഷമാണോ എന്നായിരുന്നു ഇഷാനിയോട് ആരാധകർ തിരക്കിയത്. ഇതിന് ഇഷാനി നൽകിയ ഉത്തരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത്. എനിക്ക് അങ്ങനെ എന്നെ കുഞ്ഞമ്മ എന്നൊന്നും വിളിക്കുന്നത് ഇഷ്ടമല്ല. എന്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ അമ്മ എന്ന് വിളിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം എന്റെ ഉള്ളിൽ ഞാൻ എന്നും ഒരു കുട്ടിയാണ്. അതായത് ഞാൻ എന്റെ അമ്മയുടെ കുഞ്ഞാണ്. ഒരു അമ്മ കുഞ്ഞമ്മ സങ്കല്പമൊന്നും എന്റെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ എന്നെ പേര് വിളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ക്യൂട്ടായിട്ട് വിളിക്കുന്നതായിരിക്കും എനിക്ക് ഇഷ്ടമെന്നാണ് ഇപ്പോൾ ഇഷാനി പറയുന്നത്. വളരെയധികം സന്തോഷത്തോടെ തന്നെയായിരുന്നു ഇഷാനി ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ദിയാകൃഷ്ണയുടെ കുഞ്ഞ് തനിക്ക് എന്നും സ്വന്തം കുഞ്ഞു പോലെ തന്നെ ആയിരിക്കുമെന്നും, എന്നാൽ അമ്മ എന്നോ കുഞ്ഞമ്മ എന്നോ വിളിക്കുന്നതിനോട് താല്പര്യമില്ല എന്നും അതിലൊന്നും കാര്യമില്ല എന്നുമാണ് ഇപ്പോൾ ഇഷാനി പറയുന്നത്. അതേസമയം താരത്തിന്റെ വാക്കുകൾ വളരെ മോശമായ രീതിയിലാണ് പലരും കമന്റ് ബോക്സിലൂടെ എഴുതി പിടിപ്പിച്ചത്. നിരവധി പേരാണ് ഇഷാനിക്ക് കടുത്ത വിമർശനവുമായി എത്തിയത്. കുഞ്ഞിനെ അമ്മ അമ്മ എന്നല്ലാതെ പിന്നെന്ത് വിളിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി പേർ വിമർശനങ്ങൾ അറിയിക്കും. അക്കൂട്ടത്തിൽ ഇതുവരെ ആയിട്ടും ഈ വിഷയത്തിൽ പ്രതികരണമൊന്നും അറിയിച്ചുകൊണ്ട് ഇഷാനിയോ ദിയാകൃഷ്ണയോ എത്തിയിട്ടില്ല. എങ്കിലും ആരാധകർ ഇപ്പോഴും കമന്റ് ബോക്സിലൂടെ നിരവധി വിമർശനങ്ങൾ അറിയിക്കുന്നുണ്ട്. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്.